കുട്ടിക്കാലങ്ങളിൽ അല്ല എൻ്റെ യൗവനത്തിൽ എനിക്കും പല പല ചിന്തകൾ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്കും പല പല വേണ്ടാത്ത വഴികളിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഒരു സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു നമ്മളുടെ സ്നേഹവലയത്തിലുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം നമ്മളെ എപ്പോഴും പുറമോട്ട് വലിക്കും, അതിലോട്ടൊന്നും പോകാതിരിക്കാൻ. അപ്പം ഹായ് ഗായ്സ്, അങ്ങനെ ഒരു വർഷം കൂടെ കടന്നു പോയിരിക്കുകയാണ് 2024. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു വർഷം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അത്രയും സ്പീഡായിട്ടാണ് വർഷം കടന്നു പോയത് എന്നെ സംബന്ധിച്ച്. അപ്പം ന്യൂ ഇയർ ആയിക്കൊണ്ട് പലരും പല റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എടുക്കാൻ പ്ലാൻ ഉണ്ടാവണം. അപ്പം നിങ്ങളുടെ റെസൊല്യൂഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ചിന്തിക്കുന്ന എന്തൊക്കെയാണ് റെസൊല്യൂഷൻസ് മാക്സിമം വരുന്നതെന്ന്. പക്ഷേ ഈ റെസൊല്യൂഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പല വർഷങ്ങളായിട്ട് ഞാൻ പല റെസൊല്യൂഷനുകളും എടുത്തിട്ടുണ്ട്. പക്ഷേ ആ റെസൊല്യൂഷനുകളിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമാണ്, അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മൾ പല റെസൊല്യൂഷൻസും എടുക്കുന്നു. മേജർലി എടുക്കുന്നത് ഒരു റെസൊല്യൂഷൻ തന്നെയായിരിക്കും. ഫുഡ് കുറയ്ക്കുക, വണ്ണം കുറയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളായിരിക്കും കൂടുതൽ മേജർലി ആളുകൾ അല്ലെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതല്ലാതെ വേറെയും കുറേ റെസൊല്യൂഷൻ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പല പല റെസൊല്യൂഷൻസ് എടുക്കുന്ന ആളുകളും ഉണ്ട്. അപ്പം ഞാനും പല റെസൊല്യൂഷൻസും എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസൊല്യൂഷൻ പോലും എനിക്ക് ഇതുവരെ ആലോചിച്ചിട്ട് ഞാൻ കുറച്ചും മുമ്പ് ആലോചിക്കുകയായിരുന്നു എന്തൊക്കെയാണ് റെസൊല്യൂഷൻസ് ആണ് ഞാൻ കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു റെസൊല്യൂഷൻ പോലും എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മെജോറിറ്റി ഓഫ് ദ ആളുകൾ, ഇപ്പം നീ കാണുന്നവരൊക്കെ തന്നെ മെജോറിറ്റി ഓഫ് ദ ആളുകൾ ഇത് തന്നെ ആയിരിക്കും അവരുടെ അവസ്ഥ. റെസൊല്യൂഷൻ എടുക്കുന്നു ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്, പക്ഷേ അത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പം അത് എന്ത് റെസൊല്യൂഷൻ ഞാൻ അടുത്ത വർഷം 2026 കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ന്യൂ ഇയറിനെ പറ്റി ചിന്തിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ ജനറേഷൻ, ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ 2K കിഡ്സ് എന്നൊക്കെ പറയുന്നവർ എത്രത്തോളം ഒരു എന്താ പറയുന്നത്, മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് കാരണം എങ്ങനെയൊക്കെ വഴിവിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഈ 2024 നമ്മൾ കുറേ കണ്ടു. മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ഒരു വർധനവ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാതാപിതാക്കൾ പ്രത്യേകിച്ചും നോക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, എന്താണ് അവർ എന്താണ് അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത്, അവരോട് സംസാരിക്കുക. അതിനൊന്നും ഇപ്പം ഈ ഒരു ജനറേഷനിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അതിനുള്ള സമയമില്ലാത്തൊരു കാലഘട്ടമാണ്. ബിക്കോസ് അമ്മയും അച്ഛനും ഒക്കെ ജോലി ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന ഒരു അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബേസിക്കലി ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ജോലി ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, പലയിടങ്ങളിലും സിംഗിൾ പേരൻ്റ് എന്നുള്ളൊരു രീതിയിലാണ് ഡിവോഴ്സിൻ്റെ എണ്ണം കൂടിയത് കാരണം. അപ്പം അച്ഛൻ്റെ ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ അച്ഛൻ്റെ ശ്രദ്ധ ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളിൽ അമ്മയുടെ ശ്രദ്ധ ഇല്ലാതായി പോകുന്നു. അപ്പം ഈ മക്കൾ വഴിവിട്ട് പോകുന്നതിൻ്റെ ഒരു അളവ് കൂടുന്നുണ്ട്. ഇപ്പം തന്നെ ഈ റീസെൻ്റ്ലി നമ്മൾ ഒരു MLA മകൻ ഒരു കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായി. ഇതിനു മുമ്പ് നമ്മുടെ എല്ലാം ഒരു ഉത്തരവാദിത്തമാണ് ഈ വരുന്ന ജനറേഷൻ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരിക, നല്ലൊരു ഭാവി ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അത് സമൂഹത്തിന് തന്നെ വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു MLA മകൻ ഇതാണ് അവസ്ഥയെങ്കിൽ അപ്പം ബാക്കിയുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആലോചിച്ച് നോക്കുക. മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ മക്കളിലേക്ക് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയത്തക്ക രീതിയിലുള്ളൊരു ബന്ധം, ഒരു ആത്മബന്ധം മക്കളുമായിട്ടില്ലെങ്കിൽ മക്കൾ വഴിപിരിച്ചു പോകുന്നത് നമ്മുടെ കൺമുന്നിൽ കൂടെ കാണേണ്ടി വരും. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവർ വഴിപിരിച്ച് പോയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക എന്നതിലാണ് കാര്യം. വളർത്തിക്കൊണ്ടുവരുന്നതിൽ, അവരുമായിട്ട് സ്നേഹബന്ധം ഉണ്ടാക്കുന്നതിൽ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ, അവർക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ടുന്നതെല്ലാം തന്നെ അവർ കൊടുക്കുക എന്നുള്ളതല്ല മക്കളെ സ്നേഹിക്കുന്നത്. അവരെ മനസ്സിലാക്കുക, അവരുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കുക, അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയുക, അവരുടെ വിഷമങ്ങൾ തുറന്ന് പറയുക, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവരുടെ വിഷമം കാരണം അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുറേ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളല്ല. അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. അവർക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ബോണ്ടിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അവർ കാര്യങ്ങൾ തുറന്ന് പറയും.
അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവർ വഴിതെറ്റി പോവുകയാണെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വഴിതെറ്റി പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ന്യൂ ഇയർ ആയിക്കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചും തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ പുതിയ ജനറേഷനിലെ കുട്ടികൾ വഴിപിഴച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ജനറേഷൻസൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു വല്ലാതെ ഒരു ചിന്ത എനിക്ക് ഈ ന്യൂ ഇയറിൽ ഉണ്ടായി. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അവരുമായിട്ടൊരു നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോവുക, നല്ലൊരു സുഹൃത്തായി നല്ലൊരു ആത്മബന്ധം കുട്ടികളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ അവർ നമ്മളോട് എല്ലാം തുറന്നു പറയുക, നാളേക്ക് നല്ലൊരു ജനറേഷനെ വളർത്തിക്കൊണ്ട് വരിക. ഇതൊക്കെ കുട്ടിക്കാലങ്ങളിൽ അല്ല എൻ്റെ യൗവനത്തിൽ എനിക്കും പല പല ചിന്തകൾ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്കും പല പല വേണ്ടാത്ത വഴികളിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഒരു സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു നമ്മളുടെ സ്നേഹവലയത്തിലുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം നമ്മളെ എപ്പോഴും പുറമോട്ട് വലിക്കും, അതിലോട്ടൊന്നും പോകാതിരിക്കാൻ. അപ്പം ഈ സ്നേഹബന്ധമാണ് എപ്പോഴും കുട്ടികളെ ഇങ്ങനെ വഷളായി പോകാതിരിക്കാൻ എപ്പോഴും പിടിച്ചു വലിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ അവരോട് കിടന്ന് ചാടിയിട്ടോ നമ്മൾ അവരോട് കിടന്ന് ബഹളം വെച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. ഈ ന്യൂ ഇയർ എല്ലാവരും നല്ലൊരു നാളേക്കായി നല്ലൊരു ജനറേഷനെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഒരു ഫോക്കസ് എല്ലാ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഈ നമ്മുടെ പാഷൻ, നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മളെ എപ്പോഴും വേണ്ടാത്ത വഴികളിൽ പോകുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കും. ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ നല്ല താല്പര്യമുള്ള ആളാണെങ്കിൽ അവരുടെ ക്രേസ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പടം വരയ്ക്കുക എന്നുള്ള ആളുടെ ക്രേസ് എന്ന് പറയുന്നത് പടം വരയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊച്ചിലെ തന്നെ അവരുടെ ഒരു താല്പര്യം മനസ്സിലാക്കി, അവരെന്തിലാണ് താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കി അതിലോട്ട് അവരെ ഫോക്കസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഫോക്കസ് മൊത്തം അതിലോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഒരു ഹോബി അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം അവർ ഈ വേണ്ടാത്ത വഴികളിൽ പോകാൻ അവർക്ക് സാധിക്കില്ല. ബിക്കോസ് അവരുടെ കോർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവമായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ 2025. See you next. Bye.